നമസ്കാരം. ബ്ലോഗർ അമ്മാവന്മാരുടെയും കൂടെ നിന്ന് കുതികാൽ വെട്ടിയ നാരിമണികളുടെയും ആഗ്രഹം പോലെ ബിഗ് ബോസിൽ നിന്നും രേണു സുധി പടിയിറങ്ങി. രേണുവിനെ ലാലേട്ടൻ പുറത്താക്കിയതാണെന്നും രേണു തനിയെ പോയതാണെന്നുമുള്ള വാദഗതികൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അതെന്തു തന്നെയായാലും രേണു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയെന്നാണല്ലോ വസ്തുത. രേണുവിനെ ബിഗ് ബോസിലേക്ക് എടുക്കില്ലെന്ന് പറഞ്ഞവരെ അത്ഭുതപ്പെടുത്തിയാണ് അവരുടെ ഓരോ ചുവടുവയ്പും. ഒരാഴ്ച പോലും അവർ ബിഗ് ബോസിൽ നിൽക്കില്ലെന്ന് കവടി നിരത്തി പറഞ്ഞവർ 35 ദിവസം ബിഗ് ബോസിൽ തുടർന്ന രേണു സുധിയെപ്പറ്റി വീണ്ടും ഇല്ലാ കഥകളുമായി ഇറങ്ങുന്നു. തലചായ്ക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പും ഫിറോസും മറ്റു ചിലരുമൊക്കെ രേണു ബിഗ് ബോസിലായിരുന്നപ്പോൾ നാട്ടിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടവരെ ഏറലാക്കി. മറ്റു ചില കുൽസിത റാണിമാർ ഗർഭചിത്രകഥ പറഞ്ഞ് തങ്ങളുടെ ബ്ലോഗുകൾക്ക് റീച്ച് കൂട്ടി. എന്നാൽ ഇതൊന്നും അറിയാത്ത രേണു നിരവധി മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി. സുധിയുടെ മരണശേഷം അനുഭവപ്പെട്ടതുപോലെയുള്ള ട്രോമ ബിഗ് ബോസ് ഹൗസിലെത്തിയപ്പോൾ തനിക്ക് അനുഭവപ്പെട്ടെന്ന് അവർ മിക്കപ്പോഴും പറഞ്ഞിരുന്നു. ഷോയുടെ പടിയിറങ്ങുമ്പോഴും ലാലേട്ടനോട് അവർ ഇക്കാര്യം പറയുന്നുണ്ട്. അന്ന് തനിക്കൊപ്പം കുടുംബത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. തനിക്ക് തൻ്റെ കുട്ടികളുടെ മുഖം കാണാൻ കഴിയുന്നില്ല. താൻ വില്ലിങ്ങല്ലെന്ന് തനിക്ക് ബോധ്യമായി. ഇത്തരം കാര്യങ്ങളാണ് രേണു സുധി തൻ്റെ മടങ്ങിവരവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ രേണുവിനെപ്പോലുള്ള ഒരു ജെനുവിൻ ക്യാരക്ടറിന് ഒരിക്കലും ബിഗ് ബോസ് ചേർന്നതായിരുന്നില്ല എന്നതാണ് സത്യം. അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ ടാസ്കുകൾ, പാറവെക്കലുകൾ, വിവാദങ്ങൾ എന്നിവ എല്ലാം രേണുവിന് പരിചിതമായിരുന്നില്ല. സത്യത്തിൽ ഇത്തരം പ്രതികൂല ഘടകങ്ങളാണ് അവരെ അവിടെ തുടരാതിരിക്കാൻ നിർബന്ധിതയാക്കിയത്. മനുഷ്യജീവിതത്തെ പരീക്ഷണ വസ്തുവാക്കുന്ന ഇത്തരം ഷോകളോട് ജെനുവിൻ ക്യാരക്ടറായ രേണു സുധിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടേത് ഡ്രോമയല്ല ഡ്രാമയാണെന്ന് പറയുന്നവരോട് സഹതപിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഷോയിൽ രേണു സുധി സ്വീകരിച്ച നിലപാടുണ്ട്. അവർ ആരെയും പാറവയ്ക്കാൻ ശ്രമിച്ചില്ല. ഓരോ മത്സരാർത്ഥിയെപ്പറ്റിയും നല്ലത് മാത്രമാണ് പറഞ്ഞത്. അതാണ് അവരുടെ അന്തസ്സ്. അതിൻ്റെ 7 വരാൻ ഒരു മത്സരാർത്ഥിക്കും കഴിഞ്ഞതുമില്ല.